ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, MD&CEO ഓഫ് ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്ട്രേഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നതാണ്. ഇന്നലത്തെ വൊളാറ്റിലിറ്റിക്ക് ശേഷം ഫാഗ് എൻഡിൽ മാർക്കറ്റ് വലിയ റാലിയാണ് നടത്തിയത്. നിഫ്റ്റിയും സെൻസെക്സും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം ഇന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് പുതിയ റെക്കോർഡ് ഹൈ തന്നെയാണ്. ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് പൊതുവെ പോസിറ്റീവാണ്. അമേരിക്കൻ മാർക്കറ്റുകളിൽ ഇന്നലെ ഒരു റീബൗണ്ട് ഉണ്ടായിട്ടുണ്ട്. മേജറായിട്ടും ചിപ്പ് സ്റ്റോക്കുകളാണ് ഇന്നലെ വീണ്ടും മുന്നേറിയിട്ടുള്ളത്. NVIDIA പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $897.11 പെർ ഷെയറാണ്. അതുപോലെ തന്നെ മറ്റ് ചിപ്പ് സ്റ്റോക്കുകളായ ബ്രോഡ്കോം, AMD ഒക്കെ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബാങ്കിങ് ഷെയറുകളും അമേരിക്കയിൽ ഇന്നലെ മുന്നേറിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിൻബലത്തിലാണ് ഡൗ ജോൺസ് 75.86 പോയിൻറ്റ് ബെറ്ററായിട്ടും S&P 500 26.11 പോയിൻറ്റ് ബെറ്ററായിട്ടും നാസ്ഡാക്ക് 91.96 പോയിൻറ്റ് ബെറ്ററായിട്ടും അതുപോലെ തന്നെ റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 13.94 പോയിൻറ്റ് ബെറ്ററായിട്ടും ക്ലോസ് ചെയ്തിട്ടുള്ളത്. വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 14.50 ആണ്. മിനിഞ്ഞാന്ന് 14.46 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്ന സ്ലൈറ്റ് വൊളാറ്റിലിറ്റീനെ തന്നെയാണ്. എന്നിരുന്നാലും അമേരിക്കയിലെ US ഫെഡിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ന്യൂസുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി മാർക്കറ്റിന് പോസിറ്റീവാണ്. US ഫെഡ് ചെയർമാൻ പറഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ ഈ വർഷം തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തേക്കാം, ഇൻഫ്ലേഷൻ താഴെ വരികയാണെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് US ഫെഡിൻ്റെ ബാങ്കിങ് ക്യാപിറ്റൽ റൂൾസ് സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് വളരെ പോസിറ്റീവായിട്ട് ബാങ്കിങ് സ്റ്റോക്കുകൾ അമേരിക്കയിൽ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ US ഫെഡ് പ്രപ്പോസ് ചെയ്തിരുന്നു എല്ലാ ബാങ്കുകളും 20% അധികം ക്യാപിറ്റൽ കീപ്പ് ചെയ്യണം എന്നുള്ളത്. കാരണം പല ബാങ്കുകളും കൊളാപ്സ് ചെയ്തപ്പോൾ എടുത്ത തീരുമാനങ്ങളാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു അവർ ആ 20% ക്യാപിറ്റൽ അധികം കൂട്ടണമെന്നുള്ള ആ ഒരു റൂളിൽ റിലാക്സേഷൻ വരുത്തിയേക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് പൊതുവെ ബാങ്കിങ് സ്റ്റോക്കുകൾക്ക് അമേരിക്കയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റും കൂടി ഇന്നലെ മാർക്കറ്റിലുണ്ട്. ഒരുപക്ഷെ ഇന്നും അത്തരത്തിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഉള്ള ബാങ്കിങ് ഷെയറുകളിൽ അമേരിക്കയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് നിക്കായ് 225 ഇന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിട്ട് 40,499. അതിനുശേഷം ഇപ്പോൾ അറൗണ്ട് 500 പോയിൻറ്റ്സ് താഴെ ആയിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ക്ലോസിങ്ങിലാണ് ഇന്നലെ ഗോൾഡ് ക്ലോസ് ചെയ്തിരുന്നത്. $2159.7 പെർ ഔൺസിനാണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മോർണിംഗിൽ ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെയാണ്. ബ്രൻഡ് ക്രൂഡ് ഓയിലും ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്ന് മോർണിംഗിലും ട്രേഡ് ചെയ്യുന്ന $83 പെർ ബാരലിനാണ്. മെറ്റൽസ് എല്ലാം തന്നെ ഇന്നലെ റാലി ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിലും മെറ്റൽസ് ബെറ്റർ ആയിട്ട് തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ കഴിഞ്ഞ വർഷത്തെ അവരുടെ അസസ്മെൻറ്റ് പ്രകാരം EV ബാറ്ററീസ്, അതുപോലെ തന്നെ EV വെഹിക്കിൾസ്, സോളാർ പ്രൊഡക്റ്റ് എക്സ്പോർട്ട്സ് ആണ് കഴിഞ്ഞ വർഷം 30% ഗ്രോത്ത് നേടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പിൽ ചൈനീസ് ഗവൺമെൻറ് വെച്ചിട്ടുള്ള പല നിർദ്ദേശങ്ങളും വളരെ പോസിറ്റീവാണ്. ഹൈ ടെക്നോളജി, ഹൈ എഫിഷ്യൻസി, ഹൈ ക്വാളിറ്റി എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അവർ ഉയർത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതോടൊപ്പം AI+ സ്ട്രാറ്റജിയും കൂടി ഇംപ്ലിമെൻ്റ് ചെയ്യാണ്. ഇൻഡെപ്ത് ഇൻ്റഗ്രേഷൻ ഓഫ് ജനറേറ്റീവ് AI വിത്ത് റിയൽ എക്കണോമിയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം മോർഗൻ സ്റ്റാൻലി പോലുള്ള പല ഫണ്ടുകളും ചൈനീസ് ഫണ്ടുകളിലേക്ക് ഇൻഫ്ലോ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത്. അതും ഒരുപക്ഷെ ചൈനീസ് മാർക്കറ്റിന് അടുത്ത ദിവസങ്ങളിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ഘടകങ്ങളാണ്. അപ്പോൾ ഓവറോൾ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ബയാസ് നമുക്ക് കാണാനുള്ള ചാൻസസ് ആണ്. ചൈനീസ് ഗവൺമെൻറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മെഷേഴ്സ് എടുക്കുകയാണ്. കാരണം 30 ഇയേഴ്സിലെ ഏറ്റവും ലോവസ്റ്റ് FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്ലോ ആയിരുന്നു 2023. 33 ബില്യൺ ആണ് കഴിഞ്ഞ വർഷം ചൈനയിൽ FDI വന്നത്. പക്ഷേ 2021 നോക്കുകയാണെങ്കിൽ $344.1 ബില്യൺ അതുപോലെ തന്നെ 2022 $180.02 ബില്യൺ ആണ് FDI ഇൻഫ്ലോ വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം അത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ചൈനീസ് ഗവൺമെൻറ് ഓവർസീസ് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്യാനുള്ള പല മെഷേഴ്സ് എടുത്തേക്കാം. പൊതുവേ ഏഷ്യൻ മാർക്കറ്റ്
മാർക്കറ്റുകളിൽ പോസിറ്റീവ് ആകും. പ്രത്യേകിച്ച് മെറ്റൽ സ്റ്റോക്കുകൾക്കും സ്പെഷ്യാലിറ്റി കെമിക്കൽക്കും അത് ഇന്ത്യയിലും നമ്മളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മളിവിടെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള അവരുടെ ഡ്യൂട്ടി ഫ്രീ ബിസിനസ് നടത്തുന്ന ഒരു സബ്സിഡിയറി ഫ്രാൻസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. M&M പ്രൊമോട്ടേഴ്സ് 0.75% ഷെയറുകൾ വിറ്റിട്ടുണ്ട് മാർക്കറ്റിൽ. അത് എന്തോ ഒരു ഇമ്മീഡിയറ്റ് നീഡിന് വേണ്ടിയായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഫർദർ വിൽക്കില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കാവുന്ന ന്യൂസൊക്കെ തന്നെയാണ്, പക്ഷേ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ്. വാരി റിന്യൂവബിൾ ടെക്നോളജി നമ്മുടെ 2024 ടോപ്പ് പിക്കുകളിലൊന്നായിരുന്നു. നമ്മൾ 1788 അത് ബൈ പ്രൈസ് കൊടുത്തത്. അപ്പോൾ ഇത് 3 മാസത്തിനുള്ളിൽ തന്നെ 1888 7,000 മേലെയാണ് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പ്ലിറ്റ് ആണ്. ഒരു ഷെയർ 5 സ്റ്റോക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. മാർച്ച് 6, 2024 അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത്. അപ്പോൾ 2 രൂപയുള്ള 5 ഷെയറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ടെക്സ്റ്റൈൽ പോളിസി പൊതുവെ നമ്മുടെ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് പോസിറ്റീവ് ആണ്. പ്രത്യേകിച്ച് റൈമണ്ട്, അതുപോലെ തന്നെ അരവിന്ദ് ഫാഷൻസ്, ട്രൈഡൻ്റ് ഒക്കെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൽ കൂടെയൊക്കെ ധാരാളം ബെനിഫിറ്റ് ഈ കമ്പനികൾക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ ഓഫർ ഫോർ സെയിൽ വരാണ്. ഗവൺമെൻറ് 7% സ്റ്റേക്ക് വിൽക്കുകയാണ്. 212 രൂപ പെർ ഷെയർ ആണ് ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഹൈലി വൊളറ്റിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കും കൂടിയാണ് നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ. ലോങ് ടൈമിലേക്ക് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ റൈറ്റ്സ് ഇഷ്യൂ ഓപ്പൺ ആണ്. റൈറ്റ്സ് ഇഷ്യൂ എൻടൈറ്റിൽമെൻറ്റ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനും പറ്റും. 7 രൂപയ്ക്ക് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. റൈറ്റ്സ് ഇഷ്യൂ എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് 7 രൂപയ്ക്ക് മാർക്കറ്റിൽ റൈറ്റ്സ് ഇഷ്യൂ വിറ്റ് കളയാം. അതുപോലെ തന്നെ പുതുതായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഷെയർ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് റൈറ്റ്സ് ഇഷ്യൂ വാങ്ങിയിട്ട് 22 രൂപ അടച്ച് ഷെയർ അക്വയർ ചെയ്യാൻ പറ്റും. പക്ഷേ മാർക്കറ്റിൽ പ്രൈസിൽ 50 പൈസയൊക്കെ ബെനിഫിറ്റ് ഉള്ളൂ, കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഇല്ല. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കീപ്പ് ചെയ്യുന്ന റൈറ്റ്സ് ഇഷ്യൂ കീപ്പ് ചെയ്യുന്ന എല്ലാ ഇൻവെസ്റ്റേഴ്സും ഒന്നുകിൽ റൈറ്റ്സ് എൻടൈറ്റിൽമെൻറ്റ് മാർക്കറ്റിൽ കൂടെ വിറ്റ് കളയുക, അല്ലെങ്കിൽ തങ്ങളുടെ നെറ്റ് ബാങ്കിങ് കൂടെ റൈറ്റ്സ് ഇഷ്യൂവിന് അപ്ലൈ ചെയ്യാം. ടെലികോം കമ്പനികൾ പൊതുവെ ബണ്ടിൽഡ് പോസ്റ്റ് പെയ്ഡ് പാക്കേജാണ് ഇപ്പോൾ പുഷ് ചെയ്യുന്നത്. കാരണം ധാരാളം പ്രോഫിറ്റബിലിറ്റി അതിൽ കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് പൊതുവെ ഭാരതി എയർടെൽ, അതുപോലെ തന്നെ അതുപോലെ റിലയൻസ് ജിയോ, അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയയ്ക്കൊക്കെ സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. വേദാന്ത അവരുടെ തൂത്തുക്കുടി പ്ലാന്റിൽ സുപ്രീം കോടതിയുടെ വെർഡിക്റ്റിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാണ്. പോസിറ്റീവ് ന്യൂസാണ്. മിക്കവാറും ഒരു സെറ്റിൽമെൻ്റൊക്കെ ഉണ്ടാവാം ഭാവിയിൽ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ജൂപ്പിറ്റർ വാഗൻസ് നമ്മുടെ ഒരു ടോപ്പിക്കാണ്. 956 കോടി രൂപ വരെ 2237 വാഗൻസ് റെയിൽവേക്ക് നൽകാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഇന്ന് മിക്കവാറും ഇത് അപ്പർ സീലിംഗിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പഴയ ഓർഡേഴ്സിൻ്റെ വാല്യൂ റിവൈസ് ചെയ്തിട്ടുണ്ട്. 2701 കോടിയായിരുന്നു, ഇപ്പോൾ അത് 5078 കോടിയായിട്ട് റിന്യൂ ചെയ്തിരിക്കുകയാണ്. സൊമാറ്റോയിൽ മോർഗൻ സ്റ്റാൻലി 909.5 കോടി ഇൻഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. ചൈനീസ് കമ്പനിയുടെ ആൻഡിൻ്റെ സ്റ്റേക്കാണ് സൊമാറ്റോയിൽ മോർഗൻ സ്റ്റാൻലി വാങ്ങിയിരിക്കുന്നത്. സൊമാറ്റോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം മോർഗൻ സ്റ്റാൻലി ലോങ് ടൈം പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് പൊതുവെ പോസിറ്റീവാണ്. അഗ്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ വലിയ ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. PI ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സുമിധാമ കെമിക്കൽസ്, ഇന്ത്യ പെസ്റ്റിസൈഡ്, ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള ചാൻസസ് ഉണ്ട്. സൂബക്സിന് ഒരു ടെലികോം ഓർഡർ കിട്ടിയിട്ടുണ്ട്. സൗത്ത് ഏഷ്യൻ ടെലികോം ജയൻറ്റിൽ നിന്നാണ് ഓർഡർ വന്നിട്ടുള്ളത്. അവരുടെ ഫ്രോഡുലൻറ്റ് സോഫ്റ്റ്വെയർ ഹൈപ്പർ സെൻസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനായിട്ടാണ്. സൂബക്സിനെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. സിയറ്റിലെ ചെന്നൈ പ്ലാന്റ് 3000 ട്രക്ക് അതുപോലെ തന്നെ ബസ് ടയറുകൾ ഉണ്ടാക്കാനുള്ള പെർ ഡേ 3000 ടയറുകൾ ഉണ്ടാക്കാനുള്ള പ്ലാന്റ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഒപ്പം 20,000 കാർ ടയേഴ്സും ഈ പ്ലാന്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. ഹൈലി ടെക്നോളജിക്കലി ഓറിയൻറ്റഡ് ആണ്. വലിയ ഓട്ടോമേഷനാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോമേഷൻ്റെ ബെനിഫിറ്റ് സിയാറ്റിന് അടുത്ത വർഷങ്ങളിലൊക്കെ ഉണ്ടാവാനുള്ള
വരാനുള്ള ചാൻസസ് ഉണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. അലോക് ഇൻഡസ്ട്രീസ് നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കും കൂടിയാണ്. വീണ്ടും നല്ല രീതിയിലുള്ള ബയ്യിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റിലയൻസ് ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയും കൂടിയാണ്. IRB ഇൻഫ്ര കഴിഞ്ഞ മാസത്തെ ടോൾ കളക്ഷൻ ഡാറ്റ വന്നിട്ട് 31% ഇയർ ടു ഇയർ ബെറ്റർ ആണ്. ഫെബ്രുവരിയിലെ ടോൾ കളക്ഷൻ IRB ഇൻഫ്രനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മുടെ ഡെലിവറി പിക്കും കൂടിയായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു പോസിറ്റീവ് റിയാക്ഷൻ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. V-Guardൻ്റെ വാപ്പിയിലുള്ള കിച്ചൺ അപ്ലയൻസ് സ്റ്റോറിൽ അപ്പോൾ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മിക്സർ ഗ്രൈൻഡർ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗകളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. V-Guardനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മുടെ ഒരു ടോപ്പ് പിക്കുകളിലൊന്നാണ് V-Guard. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകൾ. മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാവാം. ഹയർ ലെവലിൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ എടുക്കുന്ന തീരുമാനം നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ IPO നോക്കുകയാണെങ്കിൽ ഇന്നൊരു IPO ലിസ്റ്റിംഗ് ഉണ്ട്. നമ്മൾ IPOയിൽ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മുക്ക പ്രോട്ടീൻസ് ആണെന്ന് ലിസ്റ്റിംഗ് ഉള്ളത്. 28 രൂപയ്ക്കാണ് IPO ഓഫർ ആയിരുന്നത്. അപ്പർ പ്രൈസ് ബാൻഡ് 28 രൂപയായിരുന്നു. മിക്കവാറും ഒരു 35 to 40 റേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കാം. ഭാവിയിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു ഫിഷ് അക്വാകൾച്ചർ രംഗത്തുള്ള ഒരു കമ്പനി കൂടിയാണ് മുക്ക പ്രോട്ടീൻസ്. ഒപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളൊരു IPO കൂടി വരികയാണ്. പോപ്പുലർ വെഹിക്കിൾസിൻ്റെ IPO ആണ്. 295 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ള റിവ്യൂ തരാം. അപ്പോൾ കേരളത്തിൽ ധാരാളം കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണം നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എടുത്താൽ തന്നെ വലിയ പെർഫോമൻസ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷനുള്ള സിയാൽ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ്. ഒപ്പം പോപ്പുലർ ഓട്ടോമൊബൈൽസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയും കൂടിയാണ്. IPO വരെയാണ്. ഡീറ്റെയിൽസ് അടുത്ത ദിവസങ്ങളിൽ തരാം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കമ്പനികൾ വാങ്ങി വയ്ക്കുന്നതും ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസുകൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.